ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വുഹാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിലാണ്. ഹുബു അലി എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. യെല്ലോ ക്രെയിൻ ടവറിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഹുബു അലി ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഗൈസ്, ശരിക്കും വൈകുന്നേരമാണ് നമ്മുടെ ഈ ഫുഡ് സ്ട്രീറ്റ് ഓൺ ആവുന്നത്. ഇവിടെ ചില പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഈ രണ്ട് വശത്തായിട്ടും നമുക്ക് ഒരുപാട് സ്റ്റാള് കാണാം. ഒത്തിരി ട്രഡീഷണൽ ചൈനീസ് ഫുഡ്സ് ആണെല്ലാം. ഗൈസ്, ഇത് പന്നിയുടെ കാലാണ്, ഈ പന്നിയാണിത്. ഇതാണ് ദോഫു നമ്മുടെ ഈ പനീറിൻ്റെ വേറൊരു ഐറ്റമാണ്. പനീർ കൗ മിൽക്കാണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, പശുവിൻ പാൽ കൊണ്ട്. പക്ഷേ ഈ ദോഫു സോയാ മിൽക്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അത്യാവശ്യം ടേസ്റ്റിയാണ്. മസാലയൊക്കെ ഇട്ടാണ് അവർ തരുന്നത്. പിന്നെ ഇത് കുറേ സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം ഉള്ളൊരു ഷോപ്പ്. കബാബ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ഗൈസ്, ഇത് നീരാളി കമ്പിൽ കൊരുത്തിങ്ങനെ നിർത്തിപ്പൊരിച്ച് വെച്ചേക്കുകയാണ്. നീരാളി ഒക്ടോപ്പസ്. പിന്നെ ഇത് മുളയുടെ അകത്തെന്തോ പുകച്ച് വിടുന്നുണ്ട്. മുളം കമ്പിൻ്റെ അകത്തുള്ള എന്തോ ഒരു ട്രഡീഷണൽ ചൈനീസ് ഫുഡായിരിക്കും. ശരിക്കും ഹുബു അലി ഫുഡ് സ്ട്രീറ്റ് തുടങ്ങുന്നത് ഇവിടെയാണ്. ഇതാണ് പഴയ ഹുബു അലി ഫുഡ് സ്ട്രീറ്റിൻ്റെ പ്രവേശന കവാടം. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ മുതൽ നമ്മളിപ്പോൾ വന്ന ആ സ്ഥലം മുതൽ ഇവിടെ വരെ ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലത്തെ മറ്റൊരു ഷോപ്പാണ്, സ്വീറ്റ്സ് ഒക്കെ വയ്ക്കുന്ന ചെറിയൊരു ഷോപ്പ്. ഇത് കോഴിയുടെ കാല് സൂപ്പിട്ട് വെച്ചൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ പട്ടിക്കൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഇവിടെ മനുഷ്യരും കോഴിയുടെ ഈ നാക്കം വരുന്ന കാല് കഴിക്കാറുണ്ട്. വീണ്ടും ദോഫു. ഇത് പൊട്ടറ്റോ ആണെന്ന് തോന്നുന്നു. പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇവിടെ കരിക്കൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റാളും ഉണ്ട്. കരിക്കെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. ദോശ വെച്ചാൽ 18块，这个20块10块。哦，这个18块，拿个18块钱。ഓലായി. ഗൈസ്, അപ്പോൾ ഒരു കരിക്കിൻ്റെ വില ഏകദേശം 100 രൂപയാണ് ഇവിടെ. അടുത്തൊരു സ്റ്റാളിൽ മൊത്തം സീ ഫുഡ് വെറൈറ്റീസാണ്. വലിയ ലോബ്സ്റ്ററും പ്രോൺസും അതുപോലെ ഞണ്ട് കണ്ടോ ഗൈസ്. ഇത് നൂഡിൽസ് ഒക്കെയാണ്. നൂഡിൽസും മറ്റ് മൈദ കൊണ്ടുള്ള വെറൈറ്റി ഫുഡ്സ് എല്ലാം ചൈനീസ് ഡിഷസ് ആണ്. ദോഫും പൊട്ടറ്റോയും എല്ലാം മിക്ക ഷോപ്പുകളിലും ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതരം ഡ്രിങ്ക്സ് ആണ്. കഞ്ഞിവെള്ളത്തിൽ പഞ്ചസാര ഇട്ട പോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിനൊക്കെ ഉള്ളത്. ഇടയ്ക്ക് ഞാൻ ഒരിക്കൽ കുടിച്ചിട്ടുണ്ട്. വീണ്ടും നീരാളിയുടെ കാല്. പിന്നെ അത് ഇതെന്താണെന്ന് അറിയില്ല, കണ്ടിട്ട് നമ്മുടെ ഈ പ്രോൺസിൻ്റെ ഒക്കെ ഫാമിലിയിൽ വരുന്ന സാധനമാണ്. വലിയ ലോബ്സ്റ്റർ, ഞണ്ട്, നത്ത, ഉണക്കി വെച്ചിട്ടുള്ള പല വെറൈറ്റി ഫുഡും ഇവിടെ ഉണ്ട്. മീൻ ഉണക്കിയതാണ്. മീനും അതുപോലെ താറാവും കോഴിയും എല്ലാം ഇങ്ങനെ ഉണക്കി അതിലേക്ക് വീണ്ടും അവരുടെ വ്യത്യസ്തമായ സോസുകളൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. നമുക്കൊന്നും ഇത് കാണുമ്പോൾ കഴിക്കാൻ ഒട്ടും തോന്നത്തില്ല. പക്ഷേ ചൈനക്കാർക്ക് ഇതെല്ലാം ഡെലീഷ്യസ് ഫുഡ്സാണ്. ഓരോ രാജ്യത്തും ഓരോ നാട്ടിലും അവരുടേതായ ഭക്ഷണ രീതിയുണ്ട്. സോ നമുക്കവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം അവരുടെ ഒരു ഫുഡ് കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ നമുക്കിഷ്ടപ്പെട്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് വീണ്ടും ഇത് കബാബ് ഐറ്റംസ് ആണ് ഗൈസ്. അതുപോലെ ചൈനക്കാരുടെ മറ്റൊരു ഫേവറേറ്റ് ഡിഷസ് ആയിട്ടുള്ള ബൗസും ഡംപ്ലിങ്സും എല്ലാം വിൽക്കുന്നൊരു ഷോപ്പാണിത്. ചൈനയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഒരു മീറ്റ് പന്നിയാണ് ഗൈസ്. ഇവിടെ എന്തോ മുട്ട കൊണ്ടുള്ളൊരു വെറൈറ്റി ഫുഡാണ്. ഇത് ആ സാധനമാണ് മുറിച്ച് പീസാക്കി ഇവിടെ വച്ചിട്ടുള്ളത്. ഗൈസ്,
ഗൈസ്, അപ്പോൾ ഈ ഫുഡ് സ്ട്രീറ്റ് മുഴുവനും നമ്മളിപ്പോൾ കണ്ട ഐറ്റംസ് തന്നെയാണ്. അതിൻ്റെ പല പല സ്റ്റാളുകൾ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഫുഡ് മാത്രമല്ല, പലതരത്തിലുള്ള ഫാൻസി ഐറ്റംസും എല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം സ്റ്റാളുകൾ ഇങ്ങനെ നിരന്ന് പ്രവർത്തിക്കുകയാണ് ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹുബു അലി ഫുഡ് സ്ട്രീറ്റ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വുഹാനിലെ മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.